കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ കണ്ണാന്ന് വിളിക്കായിരുന്നു. എന്നെ കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ പേര് വിളി ഏറ്റവും വലിയ അപമാനമായിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ്. കണ്ണൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ കണ്ണനെ കാണിച്ചു തരുന്നത്. എല്ലാ വിഷുവിനും എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും ഞാൻ പോയി ഫോട്ടോ സമർപ്പിക്കാറുണ്ട് ഗുരുവായൂർ. ഒരേ മോഡൽ ഫോട്ടോ 101 ഒരു അന്യമതത്തിൽ നിന്ന് ഒരാൾ ഇത്രയും ഫോട്ടോ സമർപ്പിക്കുന്നതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ആ ഫോട്ടോ അവിടെ സമർപ്പിച്ചത്. ഇല്ല, പ്രശ്നമുള്ളത് എന്ന് പറയാൻ പറ്റിയില്ല. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ നടയെന്ന് ഈ കണ്ണന്റെ കുറെ വികൃതികൾ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അതുപോലൊരു അനുഭവം എനിക്കും അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം മംഗളകരമായിട്ട് നടന്നു. അപ്പം ആ ഫോട്ടോ സ്വീകരിച്ചതെന്ന് വെച്ചാൽ ഗുരുവായൂർ മെയിൻ തന്ത്രിയാണ്. പിന്നെന്ന് വെച്ചാൽ അവിടുത്തെ ചെയർമാനും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മുമ്പിൽ ദൈവമായിട്ട് വന്നൊരു വ്യക്തി ഉണ്ട്, ഗോകുലം ഗോപാലേട്ടൻ. അദ്ദേഹം ഇവർ 3 പേരോടെയാണ് അന്ന് ഫോട്ടോ സമർപ്പണം സ്വീകരിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഓൾറെഡി വൈറലാണ് ജസ്ന. അപ്പോൾ ശ്രീകൃഷ്ണനെ വെക്കുന്ന ജസ്ന എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഒക്കെ വരുമ്പോൾ അതിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഇല്ല, ഞാൻ സത്യം പറയാ ഒരു കമന്റിനും വായിക്കാൻ പോവാറില്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോക്ക് വരുന്ന കമന്റ് വായിക്കില്ലെന്നോ? അല്ല, കാര്യം എന്താണെന്നറിയോ, അത് എന്തുകൊണ്ടാന്നുള്ള കാര്യോട് ഞാൻ പറയാം. ഒരേ സമയം നമുക്ക് സങ്കടവും സന്തോഷവും തരുന്ന ഒരു സംഭവമാണ് ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചെന്ന് പറയുന്ന നിസ്സാരൊരു കാര്യത്തിന് ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും മനസ്സ് കട്ടിയായി വരുന്നേ ഉള്ളൂ. കാരണം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സമൂഹത്തിൽ നിന്ന്. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. കാരണം പലരും പലതും പറയും. നമ്മൾ അത് കേട്ട് തളരാൻ നിന്നാൽ എന്റെ ജീവിതം മുന്നോട്ട് പോകൂല. തളർന്നിരുന്ന ആരും താങ്ങാനുണ്ടാവൂല. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇപ്പോഴത്തെ എന്റെ അനുഭവമാണ്. മുമ്പ് അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഇന്ന് എന്റെ ഫ്രണ്ടാണെന്നും എന്റെ സുഹൃത്ത് അല്ലെ എന്റെ കുടുംബക്കാരിയാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഉയർച്ചയിലെത്തിയാൽ നമ്മുടെ കൂടെ ഓരോരുത്തരുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു കമന്റ് കണ്ടിട്ട് സങ്കടപ്പെടേണ്ട ഒരു വ്യക്തി അല്ല. ഉണ്ണിക്കണ്ണൻ എന്താ പ്രായമാവാത്ത? ഇനി അറിഞ്ഞൂടെ. അല്ല, ഞാൻ വര തുടങ്ങിയ പാടക്ക് പലരും പറഞ്ഞു എനിക്ക് ബിസിനസ് മൈൻഡാണ് കൃഷ്ണനെ വരച്ചതുകൊണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ ഒരു ഗോസിപ്പ് തുടങ്ങി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ നീ ഇത് മാത്രം വരയ്ക്കല്ലേ, നീ വേറെയും വരയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ നാട്ടില് ഒരു ഓടക്കാളി ക്ഷേത്രം ഉണ്ട്. അപ്പൊ അവരെന്നോട് ഒരിക്കൽ കണ്ണനെ മേടിച്ചിട്ടുണ്ട്. അവരെന്നോട് ധനലക്ഷ്മിനെ ഏൽപ്പിച്ചു. അപ്പൊ എനിക്ക് ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ വരച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അത് എടുത്തു. പക്ഷെ ധനലക്ഷ്മിനെ വരച്ചു, ദരിദ്രലക്ഷ്മിയായി പോയി. കണ്ട പാവപ്പെട്ട വീട്ടിലൊരു ധനലക്ഷ്മി. ഇപ്പഴും ഓടക്കാളി ക്ഷേത്രത്തിൽ അത് ഉണ്ട് കേട്ടോ. അതാ എനിക്കാടും വലിയ സന്തോഷം. അവരതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വിട്ടില്ല. ഞാൻ ഗണപതിനെ വരച്ചു കൊടുത്തു നോക്കി, റെഡി ആയിട്ടില്ല. പിന്നെ കൃഷ്ണന് കുറച്ചും കൂടി മുതിർന്നേ, നമ്മുടെ പശുവിന്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ചിത്രം വരച്ചു. പക്ഷെ അതും നന്നായില്ല. പക്ഷെ വെണ്ണക്കണ്ണൻ അല്ലെ ഉണ്ണിക്കണ്ണൻ, വെണ്ണക്കണ്ണൻ എന്നും പറയുന്നില്ല, ഉണ്ണിക്കണ്ണൻ വരയ്ക്കാച്ച എനിക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടുന്നുണ്ട്.